I am using mother tongue because majority of the audience, not majority, fully, they follow Malayalam, and especially I am very much, our beloved students are there behind. They cannot follow what I say, so I may be excused in that way. ഇന്ന് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ്. അതേസമയത്ത് ഒരു വലിയ ലോകത്തിനെ പറ്റിയ ഒരു വലിയ നഷ്ടത്തിൻ്റെ കഥയും നമ്മൾ അതുപോലെ തന്നെ സ്മരിക്കുന്നു. നമ്മുടെ ഉപനിഷത്തും ഭഗവത്ഗീതയും ഒക്കെ പറയുന്നത് പോലെ ഈ ശരീരവും ശരീരിയും തമ്മിലുള്ള തെറ്റിദ്ധാരണ തമ്മിലാണ് നമുക്ക് ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത്. ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിൽ ഉള്ള തെറ്റിദ്ധാരണ ക്ഷേത്രത്തെ ക്ഷേത്രജ്ഞനായിട്ട് മനസ്സിലാക്കുകയും ശരീരമാണ് ആത്മാവെന്ന് ധരിച്ച് നമ്മൾ ലോകത്തിൽ ഓടുന്നതിൻ്റെയും അതിൻ്റെ കിതപ്പാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദുഃഖങ്ങളൊന്നുമില്ല. ദുഃഖം എന്നൊക്കെ പറയുന്നത് വെറും ഒരു തോന്നലാണ്. ശാശ്വതമായിട്ടുള്ള ആനന്ദം മാത്രമേ ഉള്ളൂ. കാന്തളൂർ ശാലയുടെ അതിനെക്കുറിച്ച് കാന്തളൂർ സഭയുടെ ചെയർമാനായ നാരായണൻകുട്ടി സാർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പ്രാചീന സർവകലാശാല, നളന്ദ, തക്ഷശില മുതലായ ഭാരതത്തിലെ വലിയ വിജ്ഞാന കേന്ദ്രങ്ങൾ, ബൗദ്ധ പഠന കേന്ദ്രങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഈ നാട്ടിൽ ക്രിസ്തുവർഷത്തിന് മുമ്പ് തന്നെ അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾക്ക്, അത്തരത്തിലുള്ള വിജ്ഞാന കേന്ദ്രങ്ങൾക്ക് മാതൃകയായി നിന്നിരുന്ന ഒരു വലിയ സർവകലാശാലയായിരുന്നു ഈ കൊച്ചു കേരളത്തിൽ നിന്നുണ്ടായിരുന്ന കാന്തളൂർ ശാല. 34 ഡിപ്പാർട്ട്മെൻറ്റുകൾ ആ സർവകലാശാലയിലുണ്ടായിരുന്നു. അതിൽ 64 പഠന കേന്ദ്രങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, യൂണിവേഴ്സിറ്റികളിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് സ്റ്റഡി സെൻറ്ററുകൾ, പഠന കേന്ദ്രങ്ങൾ ഉണ്ടാവുക. അങ്ങനെ ധാരാളം പഠന കേന്ദ്രങ്ങൾ, 64 പഠന കേന്ദ്രങ്ങൾ കാന്തളൂർ ശാലയിലുണ്ടായിരുന്നു. വളരെ പ്രാചീനമായ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമെന്നോ അതിൻ്റെ ഏറ്റവും ആധാരശിലയെന്നോ ഒക്കെ പറയാവുന്ന രീതിയിലുള്ള വൈദിക സാഹിത്യം മുതൽ വേദത്തെ പഠിക്കാൻ മാനവരാശി അതിലേക്ക് തുറന്ന് പ്രവേശിക്കാനുള്ള താക്കോലുകളായിട്ടുള്ള വേദാംഗങ്ങൾ, ഉപവേദങ്ങൾ, വേദസംബന്ധികളായ ശ്രൗത, സ്മാർത്ത മുതലായ ശാസ്ത്രഗ്രന്ഥങ്ങൾ, അനുബന്ധികളായ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഇങ്ങനെ എത്ര വലിയൊരു സാഹിത്യ സഞ്ചയം ഒരുപക്ഷെ ലോകത്തിലെ ഒരു സമൂഹത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ വിജ്ഞാനത്തിൻ്റെ വലിയൊരു സഞ്ചയമാണ് ഭാരതീയരായിട്ട് നമുക്ക് അവകാശപ്പെടാൻ. ചെറുതല്ല. അതിൻ്റെ എല്ലാ മേഖലകളെക്കുറിച്ചും പഠനങ്ങൾ ഈ സർവകലാശാലയിലായിരുന്നു. അതുകൊണ്ടാണ് നാരായണൻകുട്ടി സാർ ഇവിടെ പറഞ്ഞത് നാസ്തിക ദർശനത്തെക്കുറിച്ച് ഇവിടെ പഠിപ്പിച്ചെടുക്കും. ഈശ്വരനെ നിഷേധിക്കുന്നവരെയും നമ്മൾ പഠിപ്പിച്ചു. കാരണം അവരെ പഠിപ്പിക്കണം. അവരുടെ പൂർവപക്ഷങ്ങളെ നമുക്ക് കണ്ടിക്കണമെങ്കിൽ ആ പൂർവപക്ഷം എന്താണെന്ന് മനസ്സിലാവണ്ടേ. പൂർവപക്ഷം നാസ്തികന്മാരുടെ, ബൗദ്ധന്മാരുടെ, ജൈനന്മാരുടെ ഈ ദർശനങ്ങളൊക്കെ നമ്മൾ എല്ലാ മതങ്ങളെയും എല്ലാ ദർശനങ്ങളെയും ആദരിച്ചിരുന്നു. ഈശ്വരനില്ല എന്ന് പറയുന്ന ദാർശനികനെ നമ്മൾ മുനി എന്ന് വളരെ ആദരവോടുകൂടിയാണ് പറയുന്നത്. വലിയൊരു വിജ്ഞാനത്തിൻ്റെ ഒരു വിജ്ഞാന ശാഖയുടെ തലപ്പത്തുള്ള ആളാണ്. ചരകമുനി, സുശ്രുതമുനി, അതുപോലെ ചാർവാകമുനി എന്ന് നമ്മൾ പറയും. ആദരവോടുകൂടിയാണ്. ഈ ആദരവാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആകത്തുക. ഏത് വിജ്ഞാന ശാഖയെയും നമുക്ക് ആദരിക്കാൻ കഴിയുക എന്നുള്ളത് അത് വലിയ ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ എല്ലാ ദർശനങ്ങളും ഏത് പഠിച്ചാലും ദർശനങ്ങളുടെ ദർശനം ഒന്നേ ഉള്ളൂ. അത് ശാങ്കര അദ്വൈത ദർശനമാണ്. ആ അദ്വൈത ദർശനത്തിലേക്കുള്ള വഴികളാണ് ബാക്കിയുള്ള ദർശനങ്ങളൊക്കെ.
ശങ്കരാചാര്യര് ശ്രീശങ്കര ജഗദ്ഗുരു ശങ്കര ഭഗവത്പാദര് അത് വളരെ ക്ലിയറായിട്ട് ഭാഷ്യങ്ങളിലൂടെ വ്യാഖ്യാനിച്ചു തന്നുണ്ട്. ഇവിടെ കാന്തളൂർ ശാലയുടെ നമ്മുടെ അറിയാം നിങ്ങൾക്ക്, നാട്ടുരാജാക്കന്മാരൊക്കെ തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ, അവരുടെ പരസ്പരമുള്ള യുദ്ധങ്ങൾ, വിദേശ ആക്രമണം, ഇങ്ങനെ പലതും പല കാലഘട്ടങ്ങളിലും ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ പല വിജ്ഞാന കേന്ദ്രങ്ങളും നശിച്ചു പോയത്. അതിലൊന്ന് ഈ കാന്തളൂർ ശാലയായിരുന്നു. നമ്മുടെ കേരളത്തിലെ വേദവും വേദസംബന്ധികളായ ദർശനങ്ങളുടെയും പഠനത്തിന് ഏറ്റവും ഉദാത്തമായ കേന്ദ്രങ്ങളായിരുന്നു സഭാമഠങ്ങൾ. അത് സർവകലാശാലകളെ പോലെ പ്രവർത്തിച്ചിരുന്നതാണ്. ആ സഭാമഠങ്ങൾ, ആ സർവകലാശാലകൾ അഫിലിയേറ്റ് ചെയ്തിരുന്ന സർവകലാശാലയായിരുന്നു കാന്തളൂർ സർവകലാശാല. അപ്പം അത് പരമോന്നത പദവിയാണ്. ശാകുന്തളത്തിലൊക്കെ പറയും, താപസന്മാരെ എവിടെ ഇരുന്ന് തപസ് ചെയ്തിട്ട് എവിടെ എത്താനാണോ ആഗ്രഹിക്കുന്നത് അവിടെയാണ് ഇവിടെയുള്ള മഹർഷിമാരിരുന്ന് തപസ് ചെയ്യുന്നതെന്ന്. യത് കാങ്ക്ഷന്തി തപോഭിരന്യമുനയ തസ്മിൻ തപസ്യന്തി അമീ എന്നാണ് കാളിദാസൻ പറഞ്ഞത്. അപ്പം എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ ഇരുന്നിട്ടാണ് അവർ തപസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്തായിരിക്കും? അതിൻ്റെ മീതെയായിരിക്കാം. അപ്പം അങ്ങനെ ഉള്ള കാന്തളൂർ സർവകലാശാല, അതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയാണ് നമ്മൾ ശ്രമം തുടങ്ങിയിട്ടുള്ളത്. 5 വർഷമായി നമ്മളതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്തർദേശീയ തലത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ നമ്മുടെ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ നിന്നും പുറത്തു നിന്നും ഒക്കെ ഉള്ളതായിരിക്കുന്ന നിരവധി പണ്ഡിതന്മാർ വിവിധ പഠന മേഖലകൾ, കേവലം ആധ്യാത്മിക വിഷയങ്ങൾ മാത്രമല്ല, വൈദിക വിഷയങ്ങൾ മാത്രമല്ല, ഭൗതികമായിട്ടുള്ള നമ്മുടെ നിത്യനിദാനമായിട്ടുള്ള നമ്മുടെ വ്യവഹാര ജീവിതത്തിന് ആവശ്യമായ ഏതെല്ലാം ശാസ്ത്രങ്ങളുണ്ടോ, ആയുർവേദവും ഗണിതവും ജ്യോതിഷവും മുതലായുള്ള ശാസ്ത്രങ്ങൾ, വാസ്തുവിദ്യ മുതലായുള്ള ശാസ്ത്രങ്ങൾ, ആ ശാസ്ത്രങ്ങളൊക്കെ മനുഷ്യന് വ്യവഹാര ജീവിതത്തിന് വളരെ അനിവാര്യമാണ്. അവയെല്ലാം പഠിക്കാനും ഗവേഷണം ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യം ഈ സർവകലാശാലയിൽ ഉണ്ടായിരുന്നു. അതിനെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതിൻ്റെ നല്ല ഗുണങ്ങൾ സമൂഹത്തിന് വീണ്ടും ഉണ്ടാവാനും ഇന്ന് സർവകലാശാലകളിൽ കാണുന്ന ജ്ഞാനവിരുദ്ധമായ പ്രവർത്തനങ്ങൾ എന്ന് ഞാൻ പറയട്ടെ, പലപ്പോഴും നമ്മുടെ നോളജിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ്, ജ്ഞാനസമ്പാദനത്തിന് വിരുദ്ധമായ പ്രവർത്തന ശൈലിയാണ് പല സർവകലാശാലകളിലും നടക്കുന്നത്. അതിനെ ഉന്മൂലനം ചെയ്യുന്നതിനും നമ്മുടെ പാരമ്പര്യത്തെയും നമ്മുടെ ആധുനികതയെയും വിജ്ഞാന വിഷയങ്ങളിൽ പരസ്പരം ബ്രിഡ്ജ് ചെയ്തുകൊണ്ട് to bridge the tradition and modernity in all knowledge systems. That is what the main motto of Kandalur Shala. ഇത് വെച്ചുകൊണ്ട് സമൂഹത്തിന് പ്രാചീന വിജ്ഞാനങ്ങൾ അതെങ്ങനെ കാലോചിതമായ പരിഷ്കാരങ്ങളോടുകൂടി സമൂഹത്തിന് അത് ഉപയോഗപ്പെടുന്ന രീതിയിൽ, ആ വലിയ അറിവ് എങ്ങനെ സമൂഹത്തിന് അനുഭവപ്പെടുന്ന രീതിയിൽ അതിനെ അല്പസ്വല്പം രൂപഭാവങ്ങൾ വരുത്തി ഇന്നത്തെ സമൂഹത്തിന് രുചിക്കുന്ന രീതിയിൽ, എന്നാൽ അതിൻ്റെ മേന്മ ഒട്ടും കുറയാതെ അത് കൊണ്ടുവരാനുള്ള പരിശ്രമം ആണ് കാന്തളൂർ ശാല ചെയ്യുന്നത്. അങ്ങനെയുള്ള ഈ വലിയ സംരംഭത്തിൻ്റെ, ഈ കാന്തളൂർ ശാലയുടെ പ്രവർത്തനങ്ങളുമായി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണമെന്ന് വളരെ വിനയത്തോടു കൂടി ഇതിൻ്റെ ഒരു പ്രവർത്തകൻ, എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ പ്രവർത്തനം 3 ഘട്ടങ്ങളിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. സ്വാഗതമൊക്കെ പോറ്റി സാറ് പറഞ്ഞതുകൊണ്ട് പിന്നെ അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ സഭാധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് 3 ഫേസ് ആയിട്ടാണ് ഈ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിന് കേന്ദ്ര സംസ്കൃത സർവകലാശാലയുടെ 100% സപ്പോർട്ടുണ്ട്. മാത്രമല്ല, ആ സർവകലാശാലയുടെ വൈസ് ചാൻസലർ, വിവിധ ശാസ്ത്രങ്ങളിൽ പണ്ഡിതനായിട്ടുള്ള പ്രൊഫസർ ശ്രീനിവാസ് വർഖേഡി, അദ്ദേഹമാണ് നമ്മുടെ നാഷണൽ ലെവലിലുള്ള അഡ്വൈസറി ബോർഡിൻ്റെ ചെയർമാൻ. ഇവിടെ ആദ്യമായിട്ട് നമ്മളോട് ഇതിൻ്റെ നാഷണൽ അഡ്വൈസറി ബോർഡ് നമ്മളോട് ആവശ്യപ്പെട്ടത് ആദ്യമായി ഒരു ഗവേഷണ കേന്ദ്രം ആരംഭിക്കാനാണ്. കാരണം കാന്തളൂരിനെ കുറിച്ച്